ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, ലഷ്കർ തലവൻ ആമിർ ഹംസയ്ക്ക് അജ്ഞാതന്റെ വെടിയേറ്റു എന്ന റിപ്പോർട്ട് വരുന്നു. പാകിസ്ഥാനിലെ ലാഹോറിലാണ് സംഭവം. ഹംസയുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നതാണ് വിവരം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഈ സംഘടന രൂപീകരിച്ച ഒരാൾ കൂടിയാണ് ആമിർ ഹംസ. ഒരു വാർത്താ ചാനൽ ഓഫീസിന്റെ മുന്നിൽ വെച്ച് ആണ് ഈ സംഭവം ഉണ്ടായത് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. വിവരങ്ങൾ അനുജ, ഇന്ന് രാവിലെയാണ് ആമിർ ഹംസയ്ക്ക് ഒരു വാർത്താ ചാനൽ ഓഫീസിന്റെ മുന്നിൽ വെച്ച് വെടിയേറ്റു എന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും പാകിസ്ഥാൻ വാർത്താ ഏജൻസികൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 66 വയസ്സാണ് ആമിർ ഹംസയ്ക്ക് പ്രായം. അയാളെ ഇപ്പോൾ ആശുപത്രിയിൽ, ലാഹോറിലെ തന്നെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഈ ലഷ്കർ ഇ തോയ്ബയുടെ തലവനാണ്, മാത്രമല്ല സെക്കൻഡ് ഇൻ കമാൻഡ് എന്നുള്ള കാര്യമാണ് ഇയാളെ വിശേഷിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ചും ഇയാൾ കൂടിയാണ് ഈ ഒരു സംഘടന ലഷ്കർ ഇ തോയ്ബ രൂപീകരിച്ചത്. മാത്രമല്ല ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ പദ്ധതിയിട്ട് അത് നടപ്പിലാക്കിയ ഒരാൾ കൂടിയാണ്. ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒരുപോലെ തേടുന്ന ഒരു വാണ്ടഡ് ക്രിമിനൽ, വാണ്ടഡ് ടെററിസ്റ്റ് കൂടിയാണ് ഇപ്പോൾ എന്തായാലും വെടിയേറ്റിട്ടുള്ള ആമിർ ഹംസ. നേരത്തെ കഴിഞ്ഞ വർഷം മെയ്യിലും ഇതേപോലെ തന്നെ ഇയാൾക്കെതിരെ ഒരു വധശ്രമ നടന്നിരുന്നു. പക്ഷേ അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മുറിവെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ വെടിയേറ്റവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആമിർ ഹംസയ്ക്ക് സാധിച്ചു. എന്തായാലും ഒന്നിൽ കൂടുതൽ അറ്റാക്കേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഔദ്യോഗികമായി ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വരുന്നുണ്ടോ അർജുൻ? അനുജ, പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ ഈ ആക്രമണത്തിൽ ഇപ്പോൾ എന്തെങ്കിലും സ്ഥിരീകരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാനിലെ ചില വാർത്താ ചാനലുകളാണ് ഇതിനെ സംബന്ധിച്ച് വാർത്ത ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരുടെ ഇക്കാര്യങ്ങൾ പല പാകിസ്ഥാൻ മാധ്യമങ്ങളും തേടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു കമന്റ് പറയാൻ ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പോ എന്തെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രതീക്ഷിച്ചത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അമേരിക്കയും ഇന്ത്യയും ഒരുപോലെ തേടുന്ന, ഒരുപോലെ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഒരു ഭീകരനാണ്. പക്ഷേ അയാൾക്ക് കഴിഞ്ഞ കുറെ കാലമായി പാകിസ്ഥാൻ സർക്കാർ തന്നെ അഭയം തേടുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിലും ഇയാൾക്കെതിരെ വധശ്രമം ഉണ്ടായപ്പോൾ അതിലൊരു ഔദ്യോഗിക വിശദീകരണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. ഇത്തവണ നടത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരുപക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ, കാരണം അതീവ ഗുരുതരമാണ് നില എന്ന് പറയുന്നുണ്ട്, ഒരുപക്ഷെ മരിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി പാകിസ്ഥാൻ വാർത്താ ഏജൻസികൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിടും. ഒരുപക്ഷെ ആ ഒരു ഘട്ടത്തിലെങ്കിലും പാകിസ്ഥാൻ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചേക്കും. അനുജ, ലഷ്കർ തലവൻ ആമിർ ഹംസയ്ക്കാണ് അജ്ഞാതന്റെ വെടിയേറ്റു എന്ന വിവരം വരുന്നു. ലാഹോറിലാണ് സംഭവം ഉണ്ടായത്. ഒരു വാർത്താ ചാനൽ ഓഫീസിന്റെ മുന്നിൽ വെച്ചാണ് വെടിയേറ്റത് എന്നതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നതാണ്. എന്നാൽ പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. ഈ കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലൊക്കെ ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. ഒപ്പം അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഒരുപോലെ തേടുന്ന ഒരു ആൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.